ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എ മുതൽ സെഡ് വരെ 26 അക്ഷരങ്ങളാണുള്ളതെന്ന് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ 27ാമത്തെ അക്ഷരം പഠിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നുവെന്ന് അറിയാമോ? 19ാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് വിദ്യാർത്ഥികൾക്കുള്ള സിലബസിൽ ഈ 27ാമത്തെ അക്ഷരം പഠിപ്പിച്ചിരുന്നത്. സെഡിന് ശേഷമാണ് ഈ അക്ഷരം ഉപയോഗിച്ചിരുന്നത്. ഇന്നെഴുതുന്ന ആൻഡ് എന്ന ചിഹ്നം പോലെയുള്ള ആംപെർസാൻഡ് എന്ന അക്ഷരമായിരുന്നു 27ാമനായി വന്ന ആ അക്ഷരം. ആദ്യം ഇതിനെ ആൻഡ് എന്നും പിന്നീട് പെർസെ എന്നും അവസാനം ആംപെർസാൻഡ് എന്നും ഉച്ചരിച്ചു തുടങ്ങി. ലാറ്റിനിൽ നിന്നാണ് ആംപെർസാൻഡ് ചിഹ്നത്തിൻ്റെ ഉത്ഭവം. 15ാം നൂറ്റാണ്ടിൽ അച്ചടിയന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ് ജോഹന്നസ് ഗുട്ടൻബർഗ് ആദ്യകാല അക്ഷരമാലയിൽ ആംപെർസാൻഡ് ഉൾപ്പെടുത്തി. 19ാം നൂറ്റാണ്ടോടെ ഔപചാരിക വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഈ അക്ഷരം ഒരു പ്രതീകമാണെന്ന് തിരിച്ചറിയുകയും അക്ഷരമാലയിലെ പതിവ് ഉപയോഗത്തിൽ നിന്ന് ആംപെർസാൻഡ് ഒഴിവാകുകയും ചെയ്തു.